ഹലോ, ദിസ് ഇസ് സിയോൺസ്. കൊള്ളാല്ലേ കണ്ണട? ആക്ച്വലി എനിക്ക് കണ്ണ് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചേക്കുന്നത്. എനിക്ക് ഈ കണ്ണിന് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ലൈക്ക് ഒരു കുരുവൊക്കെ വന്ന് ഇത്തിരി വെറുതെ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചതാണ്, വേറെ ഒന്നുമില്ല. കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു വെറൈറ്റി ലുക്കായില്ലേ. ആക്ച്വലി എനിക്ക് ഇത്തിരി സ്റ്റഡീസ് എക്സാംസ് ഒക്കെ ഉള്ള കാരണം എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിനെ രാത്രി ഇരുന്ന് കാണുന്ന ചേട്ടനപ്പം കാണുന്ന വെച്ചിരുന്നത് എവിടെ എനിക്ക് പിടിച്ചേക്കാൻ പറ്റാത്ത കാരണം ഞാൻ പഠിത്തത്തിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്ത് കാണുകയാണ്. എന്ത് ചെയ്യാനാ, ഇതൊക്കെ അവസ്ഥകളാണ്. ഓക്കെ, ആൻഡ് ഐ വാണ്ട് സേ സംതിങ്. അത് അവസാനം പറയാം, നമുക്കത് അവസാനം പറയാം. നമുക്കിപ്പോൾ ഇത് കാണാം. ഓക്കെ, വൺ പീസ് എത്രാമത്തെ എപ്പിസോഡാണ്? 1132 സംതിങ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. കണ്ണട വെച്ച് കണ്ണട കളർ ഗ്രേഡിയേറ്റ് ഒക്കെ മാറിപ്പോയിട്ടുണ്ടാവുമായിരിക്കും. റവല്യൂഷൻ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ ഓക്കെ, എനിക്കിപ്പോൾ തോന്നുന്നു, ഓ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെയായിരുന്നു അല്ലേ? മറ്റേ അയ്യോ, പുള്ളിക്കാരുടെ പേര് പോയില്ല. അശ്യോ, ഞാൻ പേര് മറന്നുപോയി. ജെനി. ജെനി ജെനീനെ പിടിച്ചു എന്നല്ലേ പറഞ്ഞേ? യാ, അത് കഴിഞ്ഞിട്ടുള്ളതാന്ന് തോന്നുന്നു. പ്രശ്നമായി. ഗോവ കിണ്ടത്തിൽ നിന്ന് കുറേ പേരൊക്കെ രക്ഷിച്ച് പുള്ളി കൺട്രോൾ ചെയ്യും. ഓ, കൂമ്പോയി. അത് കൂമേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേറൊരു സംഭവമുണ്ട്. കൂമ ജനിച്ചപ്പോൾ ലൈക്ക് ജനിച്ചപ്പോൾ പാരൻസിനെ ലൈക്ക് പിടിച്ചോണ്ട് പോയി അവിടെ നിന്ന് കൂമ ഓടുന്നു. ഞാൻ റീല് കണ്ടതാണ്, പിന്നെ ആലോചിച്ചപ്പോൾ ശരിയാണ്. അവിടെ നിന്ന് കൂമ ഓടുന്നു, പാരൻസിൻ്റെ അവിടെ നിന്ന് ലൈക്ക് പാരൻസ് മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നു, അവിടെ ഓടുന്നു. അത് കഴിഞ്ഞ് മറ്റേ ഇവരുടെ ഒപ്പം ഗോഡ് വാലി ഇൻസിഡൻറ്റ്, പാരൻസിൻ്റെ കൂടെ ഓടുന്നു. പിന്നെ ഗോഡ് വാലി ഇൻസിഡൻറ്റ്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓടുന്നു. അത് കഴിഞ്ഞ് ഈ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോണീൻ്റെ ഒപ്പം ബോണീൻ്റെ അടുത്തോട്ടേക്ക് ഓടുന്നു. ഓ സോറി, അത് മൊത്തം ഇപ്പം കൂമയുടെ ലൈഫ് മൊത്തം ഓട്ടമാണ്, ഓട്ടത്തോടെ ഓട്ടം. ഭയങ്കര ശോകമല്ല, ഭയങ്കര ശോകമാണല്ലേ. ഇതേ വരുന്നു, വന്ന് 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 സൂപ്പർമാൻ ലാൻഡ് പോലെ ഉണ്ട്. ഓ ഓ ഓ, സെൽസിയൽ ഡ്രാഗൻ്റെ അവരെടുത്ത്. അപ്പോൾ പ്രശ്നമാണ്. ഒറ്റയടിക്ക് തീർത്ത പുള്ളിയില്ല അവര്. പക്ഷെ പുള്ളിക്കാരിനെ കൊണ്ടുപോയില്ലേ. കുമർ ഡാഡി ആവുകയാണ് ഗൈസ്. 2 years ഹാസ് 2 വർഷം കഴിഞ്ഞ് ഓ കിട്ടിയിട്ടില്ല ഇതുവരെ, ഇപ്പോഴും അവിടെ കയ്യില ആയിരിക്കണം. ജിനി രക്ഷപ്പെട്ടോ? ഡയമണ്ടോ? ഏ, എനിക്കത് മനസ്സിലാവുന്നില്ല. ഒന്നുങ്ങി ഇത് മറ്റേ ഈ സെൽസ്റ്റിയൽ ഡ്രാഗൺസ് ഹരാസ് ചെയ്തോ, ബുള്ളി ചെയ്തോ എന്തെങ്കിലുമായിരിക്കാം. അതല്ലെങ്കിൽ മറ്റേ ഫ്രൂട്ടാണോ? മറ്റൊരു അയ്യോ അതിൻ്റെ പേരെന്ത്? മറ്റേ ഈ ഡയമണ്ട് ആണോ ഫ്രൂട്ടില്ലേ മറ്റേ പുള്ളിയുടെ, അതാണോ?
എവിടെയാന്ന് പറഞ്ഞു കൊടുക്കും പെണ്ണെ, എന്തു അത്? ഊ, അയ്യോ. ഓ ഓ ഓ, അതപ്പോ സിക്കിന്റെയാണ്. സിക്കായന്റെ ഇതായിരുന്നു. ഇത് അവസ്ഥയല്ല പുള്ളിയുടെ. ഞാൻ ആദ്യമായിട്ട് ഡ്രാഗൻ ഇത്തിരി ഇമോഷണലി കാണുന്നത്. ലൈക്ക് പുള്ളി ഇമോഷൻ എക്സ്പ്രസ് ചെയ്ത് കാണുന്ന ആദ്യമായിട്ട് ഞാൻ ഡ്രാഗനെ കാണിച്ചിട്ടേ ഇല്ല അങ്ങനെ. ഭയങ്കര കോൾഡ് മൈൻഡായിട്ട് കണ്ടേക്കുന്ന ഡ്രാഗനെ. കണ്ടോ? കണ്ടുപിടിക്കാവോ? ഭൂമി ഇവിടെ എത്താവോ? അത് എന്ത് ഡിസീസാണ് അത്? കരയിപ്പിക്കല്ലോടെ ബോണി. മാങ്ങ നന്നായി കണ്ണാട വെച്ചത്, അല്ലെങ്കിൽ ഞാൻ കരയണ കണ്ടായിരുന്നു നിങ്ങള്. ഇത് കണ്ടപ്പോ നിർത്തി. ഞാൻ തുടക്കട്ടെ, എന്ത് വെച്ച തുടക്കിയ. ഓക്കെ ഓക്കെ. പറയിപ്പിച്ചിനി. ഉശു, കുഞ്ഞാണോ അത് കയ്യിലിരിക്കുന്നേ? അത് കണ്ടോ? ഇത്ര പുള്ളി ക്രഷ് ചെയ്ത് കളയുന്നു. അവർക്ക് തന്നെ പേടിയാ. എന്നെ പോലെ തന്നെ അവരും കൺസേണാ. എന്താ ചെയ്യാ, പക്ഷെ അവരെ പോലെ ഞാനും കൺസേൺ. അപ്പൊ പുള്ളി റെവല്യൂഷനറിന്ന് ബ്രേക്ക് എടുത്ത് കൊച്ചിനെ നോക്കാൻ തോന്നുന്നു. പുള്ളി വീട്ടിൽ പോവാന്ന് പറഞ്ഞാലോ. ബണി പോകുമ്പോ പോവാണോ അതോ എന്തോ അത്? അതെന്തോ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായില്ല. എന്തേത്? അത് കഴിഞ്ഞ് സഭ വരുന്നേ. പുള്ളി പോയി വീണ്ടും റെവല്യൂഷനിൽ ചെന്നു ഒക്കെ തുടങ്ങി. വീണ്ടും തിരിച്ചു വന്ന് അമ്മ വീട്ടിലോട്ട് തിരിച്ചു വരുന്നു. ഓ ഓ ആ ഡിസീസ്. ഓ ഇപ്പൊ ഓ പ്രശ്നമാണല്ലോ. ഇപ്പൊ കൂമയ്ക്ക് അത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല തോന്നുന്നു. അത് എക്സ്ട്രാക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കളയാന്. ഇത് എന്താണോ സംഭവം? ആ മണ്ടൻ ഡോക്ടർ എന്താ പറയുന്നത്? പുറത്തോട്ട് കൊണ്ടുപോവാന്നാ? ഓ പുള്ളി അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. ഓ ഇപ്പോഴായിരിക്കും പുള്ളി ചിലപ്പോ, ഇന്നായിരിക്കും പുള്ളി ചിലപ്പോ വെഗാപങ്കിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു പോണത്. ഞാൻ വെറുതെ ഓരോ തിയറി ഉണ്ടാക്കുവാണ്, ഇത് കണ്ടാ പോരെ. താങ്ക് യു ട്രാക്കൻ. ഓ കൂമർ റവല്യൂഷൻ ഇന്നിറങ്ങി. ഇപ്പൊ ഇനിയൊക്കെ ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. വാർലോഡാവണതൊക്കെ. പുള്ളി കരഞ്ഞ് മരിക്കില്ല സത്യം. ഓ ഇതെങ്ങനെ സ്കൈ? അവിടെ മറ്റേ പുള്ളിയുണ്ട് ഈ ലീ. ഓ ഉഫ്, ഈ ഡാൻസ് വൈറലായ ഭയങ്കര പ്രശ്നമായിരുന്നു. അതറിഞ്ഞായിരുന്നു മറ്റേ കുറേ റീൽ ഇറങ്ങിയായിരുന്നു ഈ ഡാൻസിന്റെ സംഭവം. ഞാൻ കിട്ടാണ് ഞാൻ കാണിക്കുക. അടിപൊളിയാണ്. വേൾഡ് അക്സെപ്റ്റ് ചെയ്ത ഡാൻസ്. ഓ
നാച്ചുറൽ ലൈറ്റ്സ്. それを完璧に防いでも時間による進行は止められない。娘さんの命はもってあと5年。10歳の誕生日を迎えることはないでしょう。なんとかならないのか。治療法は今のところありません。10歳。 ഭയങ്കര പ്രശ്നമാണല്ലോ. 何か治療法は。 ഇത് അവർക്ക് മാത്രമേ ഡിസീസ് വന്നിട്ടുള്ളൂ ഇതുവരെ. വേറെ എവിടെയും മെൻഷൻ ചെയ്തിട്ട് പോലില്ല തോന്നുന്നു ഇങ്ങനെ ഡിസീസിനെ പറ്റി. കുറെ സഹിക്കുന്നുണ്ട് കേട്ടോ ഗൂമ. ഓ 10 വർഷം കഴിഞ്ഞ്. ഓ ഗൂമയ്ക്ക് പ്രാന്തുടി വീണ്ടും. ഒക്കെ ഒരുമിച്ചാ പുള്ളി കിട്ടുന്നത്. ഡാർക്ക്നെസ് ആ പുള്ളിയുടെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിലോട്ടുള്ള ഇത് കാണാം. നെക്സ്റ്റ് എപ്പിസോഡ് സീനായിരിക്കും. ഓ അത് സ്പ്രെഡായി ഫേസിൽ. ഓ അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തിയറി ശരിയാ. സത്യമായിട്ട് എനിക്കത് അറിയില്ലായിരുന്നു. എനിക്ക് ഒരു ഐഡിയ വെച്ച് പുള്ളി പോകുന്ന എനിക്കറിയായിരുന്നു, എന്തിനാ പോണേന്ന് അറിയില്ലായിരുന്നു എനിക്ക്. റീസൺ പുള്ളി കണ്ടത് എനിക്കറിയായിരുന്നു, പക്ഷെ റീസൺ അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മുകളിലോട്ട്. റീസൺ എനിക്ക് ഇപ്പോഴും മനസ്സിലായി എന്തുകൊണ്ടായിരിക്കും. യാ അപ്പൊ ഞാൻ 2-3 സാധനങ്ങൾ കണ്ട്. വെള്ളമടിക്കുന്ന ഡ്രാഗനെ കണ്ട്. അത് ഓക്കെ, ഇപ്പൊ ഡ്രാഗൺ വെള്ളമടിക്കുന്നു മനസ്സിലായല്ലോ. വേറെന്താ, ഭൂമിക്ക് സൈബോർഗ് ഫീച്ചേഴ്സ് അവിടെ നിന്ന് കിട്ടണേന്ന് തോന്നുന്നു. മെഗാപങ്ക് കൊടുക്കുന്നതായിരിക്കും. ആണ് ആണ് കൊടുക്കുന്നതല്ല ആയിരിക്കുന്നല്ല, ആണ് അപ്പോഴായിരിക്കും കൊടുക്കുന്നത്. ഒന്ന് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ റിട്ടേൺ ബാക്ക് ഉണ്ടല്ലോ, അത് തന്നെ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് അതായിരിക്കും. ആൻഡ് ഞാൻ പറയാമെന്ന് എന്തായിരുന്നു, ഈ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഇമോഷണലാണ് ഈ എപ്പിസോഡ്. ആൻഡ് ഞാനൊരു സ്പോയിലർ പറയാണ്, ലൈക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബോണി കൂമേൻ്റെ അല്ല എന്നാണ് പറയുന്നത്. ലൈക്ക് പിടിച്ചോണ്ട് പോയില്ലോ സെൽസ്റ്റിയൽ ഡ്രാഗൻ, യുനോ അങ്ങനെയാണെന്നാണ് പറയുന്നത് സാധാരണ. അങ്ങനെയാണ് ഞാൻ കേട്ടേക്കുന്നത്. ഞാൻ കേട്ടത് ശരി കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡ് ഒരു ഇമോഷൻ പാക്കഡ് എപ്പിസോഡായിരുന്നു. നമ്മൾ ഡ്രാഗൺ വരെ വാ പൊളിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ആൻഡ് ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ആൻഡ് ലെറ്റ് മീ ആസ്ക് യു ഗൈസ് സംതിങ്. നമ്മൾ മാങ്കയിൽ മറ്റേ കബാനില്ലേ, പുള്ളി ഇമ്മോർട്ടൽ ബീയിങ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സാറ്റേണൊക്കെ ഇമ്മോർട്ടൽ ബീയിങ് ആണല്ലോ, ലൈക്ക് റീജനറേഷൻ. അപ്പോൾ ഈ ഹോളി നൈറ്റ്സ് അവർക്കും മാങ്കയിലാണ്, ഹോളി നൈറ്റ്സ് അവർക്കും റീജനറേഷൻ ഉണ്ട്. അപ്പോൾ ഇവരെ വെട്ടുമ്പോൾ ഇവർ റീജനറേറ്റ് ചെയ്ത് വരുമല്ലോ. ഇപ്പോൾ ഈ സ്കോപ്പർ കബ വന്ന് പുള്ളിനെ വെട്ടുമ്പോൾ റീജനറേറ്റ് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പറയുന്നത് ഒരു ലൈക്ക് പുതിയ ടൈപ്പ് ഓഫ് ഹാക്കി അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു പുതിയ പവർ വരും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ഹാക്കി സ്റ്റോറില്ലേ, ഇൻഫ്യൂസ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ നമ്മൾ മറ്റേ അയ്യോ അതും പറയാൻ പറ്റില്ല. ഈ നാമി ടൈം സ്കീപ്പ് സമയത്ത് മോളി ഒരു കയ്യിലുണ്ടോ പോയിട്ട് ഇങ്ങനെ ഒരു റോപ്പില്ലേ, റോപ്പ് വലിക്കുമ്പോൾ വിൻഡ് പോണത്, വിൻഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്, അങ്ങനത്തെ സെയിം ഇവൻറ്റ് മാങ്കയിൽ വരുന്നുണ്ട്. ഹാക്കിങ് ഇൻഫ്യൂസ് ചെയ്ത് ഇങ്ങനെ സെയിം സംഭവം പോലെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. ലൈക്ക് ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ ഹാക്കി ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ഇടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാക്കി അത് ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്യുക, അങ്ങനെ വെച്ചിട്ട് റീജനറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതാവാനേ ചാൻസ് ഉള്ളൂ. ഇനി ചിലപ്പോൾ ഇനി ആ ടെക്നിക്കായിരിക്കും പുതിയ, ആ ടെക്നിക്ക് കൂടിയും ആയിരിക്കും വരാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ തോന്നി. അതല്ലേ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ആരും പറയണ കേട്ടില്ല. എല്ലാവരും ഒരു പുതിയ ടൈപ്പ് മേ ബി ആയിരിക്കില്ല, പുതിയ ടൈപ്പ് പവറപ്പ്
ഉറപ്പും പറയാലോ ഇത്. യാ, മോർ ലൈക്ലി അതായിരിക്കാനാ ചാൻസ്. ആൻഡ് ദാറ്റ്സ് ജസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ആൻഡ് അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തു കിട്ടു എന്ന് പറയണം. അനിമ ഞാൻ കണ്ടു കേട്ടോ. നിങ്ങൾ കണ്ടു ഇത്. ആൻഡ് എനിക്കിത് എഡിറ്റ് ചെയ്ത് ഇടാനും സമയം കിട്ടിയെന്ന് വരില്ല, കാരണം എനിക്ക് എക്സാം എന്താ അറിയാമല്ലോ. സോ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് എഡിറ്റ് ചെയ്തിടുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ആൻഡ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഉണ്ടാവാം, ഉണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. സീ യു അഗൈൻ. സൈനിങ് ഓഫ്. ബൈ ഗൈസ്. എൻ്റെ കണ്ണ് അയ്യോ.